SSKയുടെ ഭാഗത്ത് നിന്ന് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ എന്ന് തന്നെ ഇതിനു വേണ്ടി പറയേണ്ടി വരുമല്ലോ രതീഷ്. എന്തെല്ലാമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എന്താണ് ഈ ഒരു പിൻവലിയലിന് കാരണം? കൃഷ്ണ, SSK ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ഏജൻസി തന്നെയാണ്. പക്ഷേ അതിൻ്റെ സാമ്പത്തികമായ പ്രവർത്തനം, സാമ്പത്തികമായ ഒരു പിന്താങ്ങൽ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും കൂടിയാണ്. അതായത് 60% കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും അതുപോലെ തന്നെ 40% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഉപയോഗിച്ചാണ് SSK വിവിധ പദ്ധതികൾ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നത്. കുട്ടികൾക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപ്പുറത്ത് ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കുക, പാഠാവലികൾ തയ്യാറാക്കുക തുടങ്ങിയ ബഹുമുഖമായ പ്രവർത്തനങ്ങളിൽ SSKയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകരുടെ പരിശീലനം ഉൾപ്പെടെ SSK ആണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിലവിൽ നമുക്കറിയാം കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം വളരെ പ്രധാനപ്പെട്ടതായി ഭരണഘടനാപരമായി തന്നെ അംഗീകരിക്കപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സൗജന്യമായ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതുകൊണ്ട് തന്നെയാണ് സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ഇത്തരം മുൻപ് SSC ആയിരുന്നു, ഇപ്പോൾ SSK ആണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഈ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഒരു ഏജൻസി എന്ന നിലയിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ 60% വിഹിതം ലഭിക്കാൻ വൈകുന്നതാണ് വലിയ പ്രതിസന്ധിയിൽ SSKയെ പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഈ SSKയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അധ്യാപകർക്ക് ശമ്പളം ഉൾപ്പെടെ നൽകാനുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ, ഓഫീസുകൾ ഉൾപ്പെടെ കറണ്ട്, മറ്റ് തപാൽ ചെലവുകൾ, മറ്റുള്ള വാഹനങ്ങളുടെ ചെലവുകൾ ഉൾപ്പെടെ നൽകാനുള്ള വലിയ പ്രതിസന്ധിയുണ്ട്. അത് സംസ്ഥാനത്തിൽ നൽകുന്ന ഈ 40% വിഹിതത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ വളരെ നാമമാത്രമായെങ്കിലും ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തെ ഇടപെടണമെന്നാണ് അധ്യാപക സംഘടനകളും ബന്ധപ്പെട്ട പൊതുവിദ്യാഭ്യാസ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. വലിയ ആശങ്കയുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസം പൊതുസമൂഹത്തിന് കരുതുന്നതിൻ്റെ അപ്പുറത്താണ് ഇത്തരം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനവും അവരുടെ ജീവിതവും ഒക്കെ, അവരുടെ ജീവിത സാഹചര്യമൊക്കെ വ്യത്യസ്തമാണ്. മറ്റ് ഒരു പൊതു ഇടങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളേക്കാൾ കൂടുതൽ വലിയ പ്രയാസത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ വലിയ പ്രയാസത്തിലാണ് ആ കുട്ടികൾ ഈ സ്കൂളുകളിലേക്ക് എത്തുന്നത്. അത്തരം കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ഇടപെടുമ്പോൾ അത്തരം സാഹചര്യം ഒരുക്കാനുള്ള ഒരു ഇടപെടൽ ഇത്തരം സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും വലിയ ആക്ഷേപം. എന്തായാലും വലിയ വിവാദമാവുന്നു, വരുന്ന ആളുകളിൽ വലിയ വിവാദമാകും. ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളുടെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറഞ്ഞത്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് രതീഷ് വാസുദേവൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്.